അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിലൂടെ മനുഷ്യന്മാരെ പഠിപ്പിക്കുന്നു. എന്തിനാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? അല്ലാഹു മനുഷ്യന്മാരെ സൃഷ്ടിക്കാനുള്ള കാരണമെന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الله പറയുകയാണ്, تبارك الذي بيده الملك. ആരുടെ കയ്യിലാണോ അധികാരമുള്ളത് അവൻ പ്രതാപവാനാണ്, അവൻ ഉന്നതനാണ്, അവൻ മഹോന്നതനാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അധികാരം കയ്യിൽ പിടിച്ചിരിക്കുന്ന പരിശുദ്ധനായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതാപവാനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും അല്ലാഹു തന്നെ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. അല്ലാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിക്കാനുള്ള കാരണം അല്ലാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും ഒന്നിച്ച് മരിപ്പിക്കാം, എല്ലാവരെയും ഒന്നിച്ച് ജീവിപ്പിക്കാം. വിശാലമായ മഹ്ശറ പോലെ നീണ്ടു കിടക്കുന്ന വലിയൊരു മൈതാനിയിൽ, വലിയൊരു ലോകത്ത് അല്ലാഹു തആലയ്ക്ക് ലോകത്തുള്ള എല്ലാ ആളുകളെയും ഒന്നിച്ച് ജീവിപ്പിക്കാൻ കഴിഞ്ഞിട്ടല്ല. മഹ്ശറയിൽ ഓരോ ആളുകളെ ഭാഗികമായി ഭാഗിച്ചുകൊണ്ടല്ലോ നിർത്തുന്നത്. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്തിന്റെ അന്ത്യം വരെയുള്ള എല്ലാ ആളുകളെയും ഒരൊറ്റ ഒരു മൈതാനിയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. അതുപോലെ അല്ലാഹു ഇന്ന് ദുനിയാവിൽ എല്ലാവരെയും ഒരേ സമയത്ത് ജീവിപ്പിച്ച് ഒരേ സമയത്ത് മരിപ്പിക്കാൻ അല്ലാഹു ഇന്ന് കഴിയാഞ്ഞിട്ടല്ല. പിന്നെ എന്റെ അല്ലാഹു ചില ആളുകൾ മരിക്കുമ്പോൾ ചില ആളുകൾ ജനിക്കുന്നത്? എന്തിനാണ് അല്ലാഹു ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം ഉണ്ടാക്കിയത്? എന്തിനാണ് അല്ലാഹു ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാക്കിയത്? അല്ലാഹു തന്നെ അതിനൊരു കാരണം പറയുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിക്കാനുള്ള കാരണം ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് പരീക്ഷിക്കാനാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള രഹസ്യം തന്നെ പരീക്ഷണമാണ്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്. മനസ്സിലാക്കണം നമ്മൾ. ഇധർ ജിന്ദഗി കാ ജനാസാ ഉഠേഗാ, ഇധർ ജിന്ദഗി കാ ദുൽഹൻ ബനേഗാ. എത്രയെത്ര വീടുകളിൽ കല്യാണ മാമാങ്കം നടക്കുമ്പോൾ ഒരുപാട് വീടുകളിൽ മയ്യിത്തുമായി ഖബറിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ പ്രതിഭാസം അല്ലാഹു സൃഷ്ടിച്ചത്? അയൽവാസിയുടെ വീട് അടിച്ചു പൊളിക്കുന്ന കല്യാണമാണ്. നദിയടുക്കയിലുള്ള ആളുകളോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കല്യാണം വരുമ്പോൾ ഗാനമേളകളിലൂടെ കല്യാണത്തിന് തുടക്കം കുറിക്കുന്ന ആഭാസം നമ്മൾ നടത്തിപ്പോകരുത്. എന്തിനാണ് ഇത്രയും പവിത്രമായ ഇത്രയും മഹത്തായ ഒരു സൽക്കർമ്മത്തെ ഹറാമിലൂടെ തുടങ്ങുന്നത്? വെൽ ബിഗിനിങ് ഹാഫ് ഡൺ എന്നാണ്. നല്ല രീതിയിൽ തുടങ്ങിയാൽ അതിന്റെ പകുതിയും വിജയിച്ചു എന്ന് ഒരു പ്രോവേർബ് പഠിപ്പിക്കുന്നത് പോലെ പവിത്രമായ ബന്ധത്തെ ഹറാമിലൂടെ തുടങ്ങിയാൽ പിന്നെ എങ്ങനെയാണ് ആ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുന്നത്? പിന്നെ എങ്ങനെയാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയമില്ലാതിരിക്കുന്നത്? ഭർത്താവിന് ഭാര്യയെ സംശയമില്ലാതിരിക്കുന്നത്? കല്യാണം കഴിക്കുന്നത് വരെ ഒരാളുടെ ടെൻഷൻ, അല്ലാഹുവേ എനിക്ക് എങ്ങനെയുള്ള പെണ്ണായിരിക്കും ലഭിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ചാണ് തലപുകഞ്ഞ് ആലോചിക്കുന്നത്. അവന്റെ ടെൻഷൻ കല്യാണം നടക്കുന്നത് വരെ, അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് എങ്ങനെയുള്ള പെണ്ണായിരിക്കും ലഭിക്കാൻ പോകുന്നത്. കല്യാണം കഴിഞ്ഞാൽ മരണം വരെ ലഭിച്ച പെണ്ണിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്.
പല ആളുകൾക്കും ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന്റെ ഭാര്യയെ സംശയം. എന്തിനാണ് ഈ സംശയങ്ങൾ? ഇങ്ങനെയുള്ള സംശയരോഗങ്ങളാണ് ഖലാഖിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, ഡിവോഴ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോകുമ്പോ അതിന്റെ പേരിൽ കാലാകാലം ഭർത്താവിനെ സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാർ. എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, സഹോദരിമാര് ശ്രദ്ധിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധിക്കണേ. തെറ്റ് ചെയ്താൽ അല്ലാഹു വരെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്താൽ അല്ലാഹു വരെ പാപം പുറത്തു കൊടുക്കുന്നവനാണ്. എത്ര വലിയ തെറ്റും ശിർക്ക് ചെയ്താൽ വരെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ശിർക്ക് ചെയ്ത ഒരാൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു അയാൾക്കും പുറത്തു കൊടുക്കും. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ദോഷമേത്? അല്ലാഹുവിനോട് വേറെ ഒരാളെ പങ്കുചേർക്കൽ അല്ലാഹുവിന് ഇഷ്ടമല്ല. അങ്ങനെയുള്ള സർവശക്തനായ റബ്ബ് അല്ലാഹുവിനോട് വേറെ ഒരാളെ പങ്കുചേർത്താൽ അവന് വരെ തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു കൊടുക്കുമ്പോൾ എന്തേ നമ്മുടെ സഹോദരിമാർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് കാണാനിടയായാൽ അതിന്റെ പേരിൽ മരണം വരെ ഭർത്താക്കന്മാരെ സംശയിച്ചു നടക്കുന്നത്? എന്തിനാണ് ഭർത്താക്കന്മാർ ഭാര്യ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ ആ ഭാര്യമാരെ സംശയിച്ചുകൊണ്ട് നടക്കുന്നത്? പുറത്തു കൊടുത്തുകൂടെ? ഒന്ന് മാപ്പ് ചെയ്തു കൊടുത്തുകൂടെ? ആലോചിക്കണം. നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് അല്ലാഹു നമ്മളോട് പെരുമാറുന്നത്. നമ്മുടെ പെരുമാറ്റം എങ്ങനെ, നമ്മുടെ സ്വഭാവം എങ്ങനെ, നമ്മുടെ ജീവിത രീതി എങ്ങനെ, അതുപോലെയാണ് അല്ലാഹു നമ്മോട് പെരുമാറുന്നത്. ആർക്കും മാപ്പ് നൽകാതെ, ആർക്കും പുറത്തു കൊടുക്കാതെ എല്ലാവരോടും വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തിന്മകൾ ദൈനംദിനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു മാപ്പ് തരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഭൂമിയിലുള്ള ആളുകളോട് കാരുണ്യം കാണിച്ചാലേ ആകാശത്തുള്ള അല്ലാഹു നമ്മോട് കാരുണ്യം കാണിക്കുകയുള്ളൂ. നമ്മൾ ആർക്കും കാരുണ്യം ചെയ്തിട്ടില്ല, എന്നിട്ട് പടച്ചോന്റെ കാരുണ്യം പ്രതീക്ഷിക്കണ്ട. അത് ഇംപോസിബിൾ, അസാധ്യമാണ്. നമ്മൾ കാരുണ്യം ചെയ്യാം എങ്കിൽ പടച്ചോൻ നമ്മോടും കാരുണ്യം ചെയ്യും. ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കാരുണ്യം കാണിക്കണേ. എങ്കിൽ അല്ലാഹു നിങ്ങളോടും കാരുണ്യം കാണിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മനുഷ്യന്റെ ജീവിതം തന്നെ നിരാശയിലൂടെ, മനുഷ്യന്റെ ജീവിതം തന്നെ പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള നാട്ടുകാരോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളത്, കല്യാണ ദിവസങ്ങൾ ഹറാമ് കൊണ്ട് തുടക്കം കുറിക്കരുത്. ഈ അടുത്തൊരു കല്യാണം ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാനിടയായി. സ്റ്റേജിലേക്ക് പെണ്ണുങ്ങളെ കയറ്റി നൃത്തം വെക്കുന്ന, പാട്ടുപാടുന്ന ഒരു കല്യാണം. ആഭാസമല്ലേ അത്? സ്റ്റേജിലേക്ക് പെണ്ണുങ്ങൾ പാട്ടുപാടുന്ന പെണ്ണുങ്ങളുണ്ടായാൽ, പാട്ടുപാടുന്ന പെണ്ണുങ്ങളും സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യുന്ന പെണ്ണുങ്ങളും ഉണ്ടായാൽ അല്ലാഹു തീക്കാറ്റുകളെ പറഞ്ഞേക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. കല്യാണ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ദൗത്യമാണ്, സെക്രട്ടറിയുടെ ദൗത്യമാണ്, പ്രസിഡന്റിന്റെ ദൗത്യമാണ്. എന്റെ മഹല്ലിന്റെ പരിധിയിൽപ്പെട്ട വീടുകളിൽ ഗാനമേളകൾ, കല്യാണങ്ങളിൽ നടക്കാൻ പാടില്ല. എന്റെ മഹല്ലിന്റെ പരിധിയിൽപ്പെട്ട വീടുകളിൽ സ്ത്രീകൾ സ്റ്റേജിൽ കയറി പാട്ടുപാടുന്നൊരവസ്ഥ, നൃത്തം വെക്കുന്നൊരവസ്ഥ ഇതുണ്ടായാൽ ശക്തമായ തീക്കാറ്റുകൾ കൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇത് ഫെബ്രുവരി മാസമാണ്, പതിവ് പോലെ തണുപ്പുണ്ടാവേണ്ട മാസമാണ്. ഈ തണുപ്പ് മഞ്ഞ് പെയ്യേണ്ട രാത്രികളിൽ ശക്തമായ ചൂട് കൊണ്ട് നമ്മൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. എന്തേ കാരണം? നമ്മൾ തന്നെയാണ് കുറ്റക്കാർ, നമ്മൾ തന്നെയാണ് ഇതിന് കാരണക്കാർ. നിങ്ങൾ ആലോചിക്കണം, ഇനി വരാൻ പോകുന്ന ഏപ്രിലും ഇനി വരാൻ പോകുന്ന മെയ് മാസവും എങ്ങനെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോവുക? ഫെബ്രുവരി മാസം തണുപ്പിന്റെ മാസമാണ്. ഫെബ്രുവരി മാസം ആകാശങ്ങളിൽ നിന്ന് മൂടൽ
കോടമഞ്ഞുകൾ പെയ്യുന്ന മഴ വർഷിക്കുന്നത് പോലെ പെയ്യുന്ന മാസമാണിത്. മരം കൂച്ചുന്ന തണുപ്പുണ്ടാകുന്ന മാസമാണിത്. എന്നിട്ട് ഈ മാസത്തിൽ പോലും തണുപ്പിന് പകരം ചൂട് അനുഭവിക്കേണ്ടി വന്നാൽ എങ്ങനെയാണ് ഈ ഏപ്രിലും മെയ് മാസവും നമ്മൾ നേരിടാൻ പോവുക? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇദാ ലഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്. പാട്ട് പാടുന്ന പെണ്ണുങ്ങളും സ്ത്രീകളുമൊക്കെ സ്റ്റേജിൽ കയറി പാട്ട് പാടാനും നൃത്തം വെക്കാനും തുടങ്ങിയാൽ തീക്കാറ്റുകളെ പ്രതീക്ഷിക്കണേ. തീക്കാറ്റുകൾ കഴിഞ്ഞ വർഷം ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുപോയിട്ടുണ്ട്. തീക്കാറ്റിലൂടെ ശക്തമായ കോരിച്ചെറിയുന്ന മഴയ്ക്കിടയിൽ വരെ തീക്കാറ്റുകൾ നമ്മുടെ കേരളക്കരയെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ 10,000-കണക്കിന് ആളുകളാണ് തീക്കാറ്റിലൂടെ മരിച്ചുപോയത്. ഭൂകമ്പങ്ങൾ ഉണ്ടാകും. ഭൂകമ്പങ്ങൾ ഒരു വലിയ പ്രാധാന്യമുള്ള വാർത്തയല്ലാതെയായി മാറി. രാജ്യത്ത് തന്നെ, ഇന്ത്യ രാജ്യത്ത് തന്നെ പല മേഖലകളിലും ഭൂകമ്പങ്ങൾ സംഭവിക്കുമ്പോ നമ്മുടെ പത്രക്കാർ പഴയ കാലങ്ങളിൽ വേണ്ടക്ക അക്ഷരങ്ങളിൽ ഭൂചലനത്തെക്കുറിച്ച് വാർത്തകൾ നൽകിയിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ ചെറിയ കോളത്തിൽ നൽകാൻ തുടങ്ങി. ഭൂകമ്പങ്ങൾ സർവ്വസാധാരണയായി മാറാൻ തുടങ്ങി. നമ്മുടെ കോലം തന്നെ അല്ലാഹു മാറ്റിക്കളയും. അതുകൊണ്ട് ഹറാമായ രീതിയിൽ ഒരു കല്യാണം തുടക്കം കുറിക്കരുത്. ഹറാമായ രീതിയിൽ കല്യാണം തുടക്കം കുറിക്കരുത്. ആ കല്യാണത്തിൽ ബർക്കത്തുണ്ടാവൂല. ആ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവൂല. വേണ്ടവർ, പഠിക്കേണ്ടവർ, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കണം. ഇത് പറയുക എന്നത് എന്റെ ദൗത്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഓൺലൈൻ സംവിധാനം ഉള്ളതുകൊണ്ട് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് എത്തുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, പഠിക്കേണ്ടവർക്ക് പഠിക്കാം, മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം, തള്ളേണ്ടവർക്ക് തള്ളാം. ഇത് എന്റെ ദൗത്യമാണ്. ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇനി മേലാൽ നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ നാടുകളിലോ ഒരു മഹത്തായ, അല്ലാഹു ബർക്കത്താക്കിയ, അല്ലാഹുവിന്റെ ഹബീബ് സുന്നത്ത് എന്ന് പറഞ്ഞ ഒരു മഹത്തായ കല്യാണങ്ങളെ ദയവ് ചെയ്ത് കളങ്കമാക്കരുത്. ദയവ് ചെയ്ത് മ്യൂസിക്കുകൾ കൊണ്ട് കളങ്കമാക്കരുത്. ദയവ് ചെയ്ത് അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും കൂടിക്കലരുന്ന ആഭാസം കൊണ്ട് കളങ്കമാക്കരുത്. അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബ ജീവിതത്തെയും ബാധിക്കുമെന്ന് മറക്കരുത്. അല്ലാഹു കഴിഞ്ഞു പോയതൊക്കെ പുറത്തു തരട്ടെ. അല്ലാഹു കഴിഞ്ഞു പോയതൊക്കെ പുറത്തു തരട്ടെ. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വന്നത് ഇവിടെ കല്യാണം നടക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ മരണത്തിന്റെ ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇതുണ്ടാക്കിയത്? എന്തിനാണ്? കാരണമുണ്ട്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത്? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ഇസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അപ്പോഴാണ് ദാവൂദ് നബി ചോദിക്കുന്നത്, എന്തിനാ വന്നത്? റൂഹ് പിടിക്കാനോ? ഇത്രയും പെട്ടെന്നോ? എനിക്കൊരു മുന്നറിയിപ്പ് തന്നിട്ടില്ലല്ലോ. അപ്പോഴാണ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ഇസ്രായീൽ അലൈഹിസ്സലാം പറയുന്നത്, ദാവൂദ് നബിയെ, നിങ്ങളുടെ അയൽവാസി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. എവിടെ പോയി? മരിച്ചുപോയി. നിങ്ങളുടെ ഇന്നാലുള്ള കുടുംബക്കാരൻ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. എവിടെ പോയി? അദ്ദേഹം മരിച്ചുപോയി. നിങ്ങളുടെ ഇന്നാലിന്ന നാട്ടുകാരൻ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. എവിടെ പോയി? അദ്ദേഹവും മരിച്ചുപോയി. ഇവരൊക്കെ മരിച്ചുപോയത് നിങ്ങൾക്കൊരു പാഠമായിരുന്നു, നിങ്ങൾക്കൊരു മുന്നറിയിപ്പായിരുന്നു. നമ്മളൊക്കെ ജീവന തുല്യം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഹമീദ് എന്ന് പറയുന്ന കളോട്ട് സാഹിബ് ലോകത്തോട് വിട പറഞ്ഞത്, എന്റെ ചെറുപ്പക്കാരാ, നമ്മൾക്കൊരു പാഠമാണ്, നമ്മൾക്കതൊരു പാഠമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയും അക്ഷീണ പ്രയത്നം നടത്തി അധർമ്മത്തിനെതിരെ, അതുപോലെ ചൂഷണങ്ങൾക്കെതിരെ, അതുപോലെ അഴിമതിക്കെതിരെ ശക്തമായ നിലയുറപ്പിച്ച് ഉച്ചയിസ്തരം അതിനെതിരെ പോരാടി നാടിനും നാട്ടുകാർക്കും സ്നേഹനിധിയായ ഹമീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹു ആ ചെറുപ്പക്കാരന്റെ ഖബറിടം അല്ലാഹു സ്വർഗീയമാക്കി കൊടുക്കട്ടെ.
അല്ലാഹുവേ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിൽ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നല്ലൊരു പുകരം നൽകണേ അല്ലാഹ്. ആ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ആ ഒരു മരണം നമ്മൾക്ക് പാഠമാണ്, നമ്മൾക്ക് പാഠമാണ്. എന്തിനുള്ള പാഠം? ഒരാളും മരിക്കാൻ ഒരു വയസ്സാവേണ്ട ആവശ്യമില്ല, മരിക്കാൻ വയസ്സിന്റെ പ്രായമെത്തേണ്ട ആവശ്യമില്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു കൂട്ടം വൃദ്ധരായ ആളുകളുടെ സമീപത്തുകൂടെ നടന്നു പോവുകയാണ്. ഒരു കൂട്ടം വൃദ്ധന്മാരായ ആളുകൾ സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സമീപത്തുകൂടെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്, യാ മഅ്ശറ ശൂഖ്, അല്ലയോ വൃദ്ധന്മാരെ, അല്ലയോ വയസ്സന്മാരെ, നിങ്ങൾക്കറിയൂലേ ഇവിടെ ഒരു കൃഷി, നമ്മളൊരു കൃഷി ഉണ്ടാക്കിയാൽ, നമ്മളൊരു കൃഷി വളർത്തിയാൽ, ആ കൃഷി പാകമായി വന്നാൽ ആ കൃഷിയെ വെട്ടിമാറ്റാതെ എവിടെയെങ്കിലും അവിടെ ഇട്ടേച്ചു പോകാറുണ്ടോ? നമ്മളൊരു കൃഷി നടത്തിയാൽ അതിൽ നിന്ന് പഴങ്ങളുണ്ടായി, അതിൽ നിന്ന് പച്ചക്കറികളുണ്ടായി, അതിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കേണ്ട വിഭവങ്ങൾ ഉണ്ടായാൽ അത് പറിക്കാതെ അവിടെ ബാക്കി വെക്കാറുണ്ടോ? ഇല്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണേ, നിങ്ങളെ കൊണ്ടുപോകാനുള്ള സമയം എടുത്തിരിക്കുകയാണ്, നിങ്ങൾ പാകമായിരിക്കുകയാണ്, ഖബറിലേക്ക് പോകാനുള്ള സമയം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മരണത്തിലേക്കൊരുങ്ങണേ, മരണത്തിലേക്കൊരുങ്ങണേ എന്ന് വൃദ്ധന്മാരായ ആളുകളോട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരെ കണ്ടത്, ഒരു കൂട്ടം ചെറുപ്പക്കാരെ കണ്ടത്. യാ മഅ്ശറ ശബാബ്, അല്ലയോ ചെറുപ്പക്കാരാ, അല്ലയോ ചെറുപ്പക്കാരുടെ കൂട്ടമേ, നിങ്ങൾക്കറിയൂലേ ഒരു തെങ്ങിലുള്ള എല്ലാ നെച്ചിങ്ങകളും തേങ്ങകളാവാറുണ്ടോ? ഒരു തെങ്ങിലുള്ള എല്ലാ നെച്ചിങ്ങകളും തേങ്ങകളാവാറുണ്ടോ? ഇല്ല. ഒരുപാട് നെച്ചിങ്ങകൾ വീഴാറുണ്ട്, പലതും ഇളനീരായി പറിച്ചു കുടിക്കാറുണ്ട്. 100 നെച്ചിങ്ങകളുണ്ടായാൽ ഒരു 20 എണ്ണമാണ് തേങ്ങയായി മാറുന്നത്. എന്നിട്ട് ചെറുപ്പക്കാരോട് ചോദിച്ചു, നിങ്ങളും അതുപോലെ വയസ്സാവാതെ മരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വേഗം മരണത്തിലേക്ക് ഒരുങ്ങണമെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. മരണങ്ങൾക്കൊരു പാഠമാണ് നമ്മൾക്ക്, മരണങ്ങൾക്കൊരു പാഠമാണ്. പക്ഷേ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വലിയ ആവശ്യം നമ്മൾ ചർച്ച ചെയ്യും. അതുകൊണ്ട് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു അയച്ചു കൊടുത്ത അസ്രായീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, നിങ്ങളുടെ അയൽവാസി, നിങ്ങളുടെ കുടുംബക്കാരൻ, നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങളുടെ ചങ്ങാതി, നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ലോകത്തോട് വിട പറഞ്ഞത് നിങ്ങൾക്ക് നന്നാവാനും മരണത്തിലേക്ക് ഒരുങ്ങാനുമുള്ള സമയമായിരുന്നു. നാട്ടിൽ വെച്ച് ചെറുപ്പക്കാർ മരിക്കുമ്പോൾ ചെറുപ്പക്കാരാ നമ്മൾക്കുള്ള പാഠമാണത്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മൾക്കുള്ള പാഠം. മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നമ്മളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്നറിയാനാണ്. പരീക്ഷണമാണ് ഒരു മുഅ്മിനിന്റെ മുഖമുദ്ര. പരീക്ഷണങ്ങൾ തരണം ചെയ്യേണ്ടവനാണ് മുഅ്മിൻ. ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് മുഅ്മിൻ, ഒഴുക്കിനനുസരിച്ച് നീന്തേണ്ടവരല്ല മുഅ്മിൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒഴുക്കിനനുസരിച്ച് നീന്തേണ്ടവരല്ല മുഅ്മിൻ, ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ് മുഅ്മിൻ. പരീക്ഷണങ്ങളിൽ പതറാതെ മുന്നേറുന്നവനാണ് മുഅ്മിൻ. ഇതാണ് മുസ്ലിം. ഇവരെയാണ് മുഅ്മിൻ എന്ന് പറയാൻ പറ്റുക. കാരണം അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, 4 കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ വലിയ മുതലാളിമാരാണ്, നിങ്ങൾ വലിയ മുതലാളിമാരാണ്. 4 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ
ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ഏതൊക്കെ? 4 കാര്യങ്ങളൊന്ന് ലിസാനുൻ ദാകിർ, ദിക്ർ ചൊല്ലാൻ പറ്റുന്ന നാവ് നമ്മൾക്കുണ്ടായാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം നമ്മൾക്ക് ലഭിക്കാനില്ല. ലിസാനുൻ ദാകിർ. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാര് വീട്ടിൽ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു വീടടിച്ചു മാറുന്ന ഭാഗ്യമാരുണ്ടായാൽ, ഡ്രൈവ് ചെയ്യുന്ന ചെറുപ്പക്കാർ പെൻഡ്രൈവുകളോ ബോക്സുകളോ ഉപയോഗിച്ചുകൊണ്ട്, കേബിളുകളോ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുകളും മ്യൂസിക്കുകളും കേൾക്കുന്നതിന് പകരം വണ്ടിയിലേക്ക് കയറി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നിങ്ങനെ ദിക്ർ ചൊല്ലി ഡ്രൈവ് ചെയ്യാൻ ആർക്കെങ്കിലും ഭാഗ്യമുണ്ടോ? അവനേക്കാൾ വലിയ ഭാഗ്യവാൻ വേറെ ഇല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. വണ്ടിയിൽ കയറിയാൽ ആകെ ഒരു പാട്ടും കേട്ട് നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യും. ആലോചിക്കണം നമ്മള്. ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, അല്ലാഹു ഒരാൾ അവസാനമായി എന്ത് ചെയ്തു എന്നാണ് അല്ലാഹു നോക്കുന്നത്. നമ്മുടെ നന്മകൾ സ്വീകരിക്കുന്നത് അവസാനമായി എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹറാമായ മ്യൂസിക്കുകൾ കേട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 180ന്റെയും 100ന്റെയും 120ന്റെയും ഇടയിൽ അമിതമായ വേഗത്തിലൂടെ നല്ല റോക്ക് മ്യൂസിക്കുകൾ, റാപ്പ് മ്യൂസിക്കുകൾ ഇത് കേട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. ആ ആക്സിഡന്റിൽ മരിച്ചു പോവേണ്ടി വന്നാൽ അവസാനമായവൻ കേട്ടത് ഹറാമാണ്. അവൻ അവസാനമായി എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അല്ലാഹു ഒരാളുടെ അമൽ സ്വീകരിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലിസാനുൻ ദാകിർ, ദിക്ർ ചൊല്ലുന്ന നാവുണ്ടാകുന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. ചുയിങ്ങം ചായ്ച്ചിട്ടല്ല, ചുയിങ്ങം ചവച്ചിട്ടല്ല നമ്മുടെ നാവുകൾ നമ്മൾ നനയ്ക്കേണ്ടത്. ചോക്ലേറ്റ് ചായ്ച്ചിട്ടല്ല, എന്തുമാവട്ടെ പാമ്പറേഗോ അല്ലെങ്കിൽ ഏതെങ്കിലും പാൻ മസാലകൾ ചവച്ചിട്ടല്ല നമ്മുടെ നാവുകളും നമ്മുടെ വായകളും നമ്മൾ നനയ്ക്കേണ്ടത്. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ട് നടക്കണേ. ആ ദിക്ർ കൊണ്ട് നിങ്ങളുടെ നാവുകൾ നനയട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ദിക്ർ ചൊല്ലിക്കൊണ്ട് നാവ് നനക്കാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഭാഗ്യവാൻ, എപ്പോഴും ദിക്ർ ചൊല്ലുന്ന നാവുണ്ടായാൽ അവൻ വലിയ ഭാഗ്യവാനാണ്. രണ്ടാമത്തേവൻ വഖൽബുൻ ഷാകിർ, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവൻ വലിയ ഭാഗ്യവാന്മാരാണ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ക്യാൻസർ ബാധിച്ച് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റാനുള്ള കൽപ്പനയുണ്ടായി. ശരീരത്തിലേക്ക് ക്യാൻസർ ബാധിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കാലിന്റെ അന്ത്യത്തിൽ വെച്ച് തുടങ്ങി, കാലിന്റെ മുട്ടിലേക്കെത്തി, മുട്ടിൽ നിന്ന് ഊരയിലേക്കെത്തി. തുടക്കത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞു കാല് മുറിച്ചു മാറ്റണമെന്ന്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ക്ഷമിച്ചോളാം, കുഴപ്പമില്ല. ക്യാൻസർ ബാധിച്ചു, നമ്മൾക്കറിയാലോ ക്യാൻസർ ബാധിച്ച് എത്ര ആളുകളുടെ കാലുകളാണ് മുറിച്ചു മാറ്റുന്നത്, എത്ര ആളുകളുടെ സ്ഥലങ്ങളാണ് മുറിച്ചു മാറ്റുന്നത്, എത്ര ആളുകളുടെ ചുണ്ടുകളും നാവുകളും വരെ മുറിച്ചു മാറ്റുന്നുണ്ട്, അതുപോലെ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് കാല് മുറിച്ചു മാറ്റാൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചോളാം, എന്റെ കാല് മുറിച്ചു മാറ്റേണ്ട. എന്നിട്ട് മുട്ടിലേക്കെത്തി. അപ്പോഴും ഡോക്ടർ പറഞ്ഞു കാല് മുറിച്ചു മാറ്റണമെന്ന്. അപ്പോഴും മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ കാല് മുറിച്ചു മാറ്റണ്ട, ഞാൻ ക്ഷമിച്ചോളാം. ഊരയിലേക്കെത്തി. അപ്പോഴാണ് അവസാനമായി മുറിച്ചു മാറ്റാതെ രക്ഷയില്ല. കാല് മുറിച്ചാലേ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന, ഹൃദയത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ആ ശരീരത്തിന്റെ രോഗമെന്ന് ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് കാലം മുറിച്ചു മാറ്റാമെന്നുള്ള തീരുമാനമായി. പക്ഷേ എങ്ങനെയാണ് മുറിച്ചു മാറ്റുക? അങ്ങനൊരു ചർച്ച വന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇഞ്ചക്ഷൻ ചെയ്ത് അനസ്തേഷ്യ നടത്തിയിട്ട്
വെച്ച് ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ ആ കാലങ്ങളിൽ അനസ്തേഷ്യയുടെ സൗകര്യങ്ങളില്ല, ഇഞ്ചക്ഷന്റെ സൗകര്യങ്ങളില്ല, പാരലൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല. പക്ഷെ എങ്ങനെയാണ് കാല് മുറിച്ചു മാറ്റുക? അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, ശരീരത്തെ മയക്കിക്കെടുത്താനുള്ള ഒരു മയക്കുമരുന്ന് ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ അബോധാവസ്ഥയിൽ വീഴും. അപ്പോൾ നിങ്ങളുടെ കാൽ ഞാൻ മുറിച്ചു മാറ്റിക്കോളാം. അപ്പോഴാണ് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. നമ്മള് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നെ മയക്കിക്കിടത്തി അബോധാവസ്ഥയിൽ എന്റെ കാല് നിങ്ങൾ മുറിച്ചു മാറ്റരുത്. അള്ളാഹു എനിക്ക് തന്ന ശരീരത്തിലെ റൂഹ് അത് അബോധാവസ്ഥയിലാകുന്നത് എനിക്കിഷ്ടമല്ല. അള്ളാഹുമായി മുനാജാത്ത് നടത്തേണ്ട ശരീരം, അള്ളാഹുമായി ഇടപെടേണ്ട ശരീരം, അള്ളാഹുമായി വിക്രി ചെല്ലേണ്ട ശരീരം മയക്കുമരുന്ന് ഉപയോഗിച്ച് എന്നെ മയക്കിക്കിടത്തുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ എന്റെ കാല് നിങ്ങൾ മുറിച്ചു മാറ്റരുത്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, എന്നാൽ നിങ്ങൾക്ക് ഞാൻ കല്ല് തരാം, നിങ്ങൾക്ക് മത്ത് പിടിപ്പിക്കുന്ന കല്ല് തരാം. ഹറാമ് കൊണ്ട് എന്റെ ശരീരത്തെ ചികിത്സിക്കുകയോ, ഹറാമ് കൊണ്ട് എന്റെ ശരീരത്തെ ചികിത്സിക്കുകയോ, ഹറാമ് കൊണ്ടും എന്റെ ശരീരത്തെ ചികിത്സിക്കരുത്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, 4-5 ആളുകൾ ഒരുമിച്ച് കൂടി നിങ്ങളുടെ കൈയും കാലും കെട്ടി നിങ്ങളെ ഞാൻ ബലമായി നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റട്ടെ. അതും വേണ്ട. പിന്നെ എങ്ങനെ മുറിക്കുക? അനസ്തേഷ്യ വേണ്ട, കള്ള് വേണ്ട, ബലമായി പിടിച്ച് മുറിക്കുക, അതും വേണ്ട. പിന്നെങ്ങനെ മുറിക്കുക? പിന്നെങ്ങനെയാണ് മുറിച്ചു മാറ്റുക? അപ്പോഴാണ് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ നിസ്കാരത്തിലേക്ക് ചെന്നു, ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, റുകൂഇലേക്ക് ചെന്നു, റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ചെന്നു, ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് ചെന്നു. സുജൂദിൽ ഞാൻ നിശ്ചലനായി അല്ലാഹുമായി സംസാരിക്കുന്നതും എന്റെ ശരീരം അനങ്ങാതെ, യാതൊരു ബോധമില്ലാതെ, പരിസരബോധമില്ലാതെ സുജൂദിൽ തന്നെ കിടക്കുന്നത് കണ്ടാൽ എന്റെ കാലിനെ നിങ്ങൾ മുറിച്ചു മാറ്റിക്കോളൂ എന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മൾ ആലോചിക്കണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ ഒരു കൊതുക് കടിച്ചാൽ വരെ നമ്മുടെ നിസ്കാരത്തിൽ വെച്ച് അടിച്ചു കൊല്ലുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? നിസ്കാരം നടക്കാൻ മുമ്പിലുള്ള ചുമരിൽ പല്ലി ഇര പിടിക്കാൻ, പല്ലി ഇര പിടിക്കാൻ, പാറ്റ പിടിക്കാൻ, പല്ലിയുടെ ഇങ്ങനെ ഇര പിടിക്കാൻ വേണ്ടി പോയി ഒരു കുത്തു നമ്മുടെ തലയുടെ ഇങ്ങനെ ഒരു അറ്റാക്ക്, അല്ലേ? ഇങ്ങനെ നമ്മൾ പല്ലിയെ നോക്കിയിരിക്കും. പല്ലി ഇങ്ങനെ പിടിക്കുന്നതും നോക്കി നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവനും പല്ലിയിലാണ്. ഇത് കാല് മുറിച്ചു മാറ്റാനാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു, ഞാൻ സുജൂദിൽ കിടന്നു നിശ്ചലനായിരിക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റാം. അദ്ദേഹം വുളൂ ചെയ്തു വന്നു. വുളൂ ചെയ്തിട്ട് നേരെ നിസ്കരിക്കാൻ തുടങ്ങി. ഫാത്തിഹ ഓതി, റുകൂഇലെത്തി, സുജൂദിലെത്തി. ഒരുപാട് സമയം ശരീരങ്ങൾ അനങ്ങാതെ ശബ്ദമില്ലാതെ സുജൂദിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഡോക്ടർമാർ ഓടി വന്ന് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റുകയാണ്. അദ്ദേഹത്തിന് അറിഞ്ഞിട്ടേയില്ല. ശ്രദ്ധിക്കണം നമ്മള്, അദ്ദേഹത്തിന് തന്റെ കാല് മുറിച്ചു മാറ്റിയതറിഞ്ഞില്ല. എന്നിട്ട് രക്തം ഒഴുകാതിരിക്കാൻ, രക്തം വാർന്നൊലിച്ച് മരിക്കാതിരിക്കാൻ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് കൈമുറിച്ചാൽ കൈ പ്രവേശിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. കൈവെട്ടിയാൽ കൈയിൽ നിന്ന് ചോര ഇങ്ങനെ വാർന്നൊലിക്കാതിരിക്കാൻ വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് കൈവെക്കും. അപ്പൊ കൈ എന്ത് ചെയ്യും? ആ ചോര അവിടെ കട്ടപിടിക്കും, പിന്നെ ചോര ഒഴുകൂല. അങ്ങനെ ചോര ഒഴുകാതിരിക്കാൻ മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിനെ എണ്ണ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് വെച്ചു. അപ്പോഴേക്കും അദ്ദേഹം ബോധം കെട്ട് സുജൂദിൽ നിന്ന് വീഴുകയാണ്. ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ നബിയാ, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ എന്ന് പറഞ്ഞുകൊണ്ട് ബോധം കെട്ട് വീഴുകയാണ്. ബോധം തെളിയുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയെ ഒട്ടകം ചവിട്ടിക്കൊല്ലുകയുണ്ടായി. ബോധം തെളിയുന്നതിന് മുമ്പേ അദ്ദേഹം ബോധം കെട്ട് വീണിരിക്കുകയാണ്. ബോധം തെളിയുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയെ ഒട്ടകം ചവിട്ടിക്കൊല്ലുകയുണ്ടായി. അദ്ദേഹം ബോധം തെളിഞ്ഞാൽ ഇവരോട് എന്ത് പറയണമെന്ന് ആകെ ശങ്കിച്ചു നിൽക്കുകയാണ്. ആലോചിക്കണം, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങള്, ഒരുപക്ഷേ നമ്മുടെ മക്കള് മരിച്ചുപോയേക്കാം, ഒരുപക്ഷേ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചുപോയേക്കാം, ഭാര്യ ഭർത്താക്കന്മാര് മരിച്ചുപോയേക്കാം, മാതാപിതാക്കൾ മരിച്ചുപോയേക്കാം. അതൊക്കെ അല്ലാഹുവിന്റെ പരീക്ഷണമാണ്.
അള്ളാഹു നൽകുന്ന പരീക്ഷണമാണത്. ആ സമയത്ത് ആരാണോ പിടിച്ചു നിൽക്കുന്നത്, ആരാണോ ക്ഷമിക്കുന്നത്, അവനാണ് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ ദറജ നൽകുന്നത്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി ബോധം കെട്ട് കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പൊന്നുമോൻ മുഹമ്മദ് എന്ന് പറയുന്ന പൊന്നുമോൻ ഒട്ടകം ചവിട്ട് മരിച്ചു പോകുന്നത്. നാട്ടുകാരൊക്കെ ഒരുമിച്ചുകൂടി എന്ത് പറയണമെന്നറിയാതെ കാത്തിരിക്കുകയാണ്. അവസാനം അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ, നിങ്ങളുടെ പൊന്നുമോൻ മരിച്ചുപോയതില്, നിങ്ങളുടെ കാലം മുറിച്ചു മാറ്റിയതില്, നിങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. അപ്പോഴാണ് തന്റെ പൊന്നുമോൻ മരിച്ചു എന്നുള്ള വാർത്ത അറിയുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എനിക്ക് 4 മക്കളെ നീ തന്നിട്ടുണ്ടല്ലോ, അതിലൊരാളെയല്ലേ നീ തിരിച്ചു കൊണ്ടുപോയത്. ഇങ്ങനെയാണ് മുഅ്മിൻ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? സൈക്കിളുള്ളവൻ ചിന്തിക്കുക എനിക്ക് എങ്ങനെ ബൈക്ക് വാങ്ങാൻ പറ്റുക, ബൈക്കുള്ളവൻ ചിന്തിക്കുക എനിക്ക് എങ്ങനെ കാറ് വാങ്ങാൻ പറ്റുക, ഇനി കാറ് വാങ്ങിയ പിന്നെ അടുത്ത ചിന്ത ഇന്നോവ എങ്ങനെ വാങ്ങാൻ പറ്റും, ഇന്നോവ വാങ്ങിയ അടുത്ത ചിന്ത ബെൻസിലേക്ക്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ. അതിന് പകരം ബൈക്കുള്ളവൻ ചിന്തിക്കേണ്ടത് സൈക്കിളുള്ള ബൈക്കില്ലാത്ത എത്ര ആളുകളുണ്ട്, സൈക്കിളുള്ളവൻ ചിന്തിക്കേണ്ടത് സൈക്കിളില്ലാത്ത എത്ര ആളുണ്ട്, സൈക്കിൾ ഇല്ലാത്തവൻ ചിന്തിക്കേണ്ടത് കാലില്ലാത്ത എത്ര ആളുണ്ട്, ഒരു കാലില്ലാത്തവൻ ചിന്തിക്കേണ്ടത് ഒരു കാലുമില്ലാത്ത എത്ര ആളുകളുണ്ട്, ഒരു കാലുമില്ലാത്തവൻ ചിന്തിക്കേണ്ടത് ആരോഗ്യം കൈകാലുകൾ മുഴുവനും പാരലൈസ്ഡ് ആയി കിടക്കുന്ന അനങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട്, എനിക്കൊരു വീൽ ചെയറിലൂടെയെങ്കിലും പോകാൻ പറ്റുന്നില്ലേ. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങൾ ചിന്തിക്കേണ്ടത്. പക്ഷെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ മാറാറില്ല. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ 4 മക്കളെ നീ എനിക്ക് തന്നിട്ട് ഒരു മകനെയല്ലേ നീ തിരിച്ചു കൊണ്ടുപോയത്. അൽഹംദുലില്ലാഹ്, 4 അവയവങ്ങൾ നീ എനിക്ക് തന്നിട്ട് ഒരു അവയവത്തെയല്ലേ നീ തിരിച്ചു കൊണ്ടുപോയത്. 2 കൈകളും 2 കാലുകളും നീ എനിക്ക് തന്നുവല്ലോ, ഒരു കാലല്ലേ നീ കൊണ്ടുപോയത് എന്ന് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, വഖൽബുൻ ഷാകിർ, ശുക്ർ ചെയ്യുന്ന ഹൃദയം ഒരാൾക്കുണ്ടായാൽ അവനേക്കാൾ വലിയ ഭാഗ്യവാൻ വേറെയില്ല. അവന്റെ ജീവിതത്തിൽ വിഷമമുണ്ടാവൂല, അവന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവൂല. നമ്മളൊക്കെ ടെൻഷന്റെയും ദുഃഖത്തിന്റെയും പ്രയാസങ്ങൾ പേറി നടക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ, അല്ലേ? എന്നും ടെൻഷൻ തന്നെ, എന്നും ദുഃഖം തന്നെ, ഒരാൾക്കും സമാധാനമില്ല. എല്ലാവരുടെ വീട്ടിലും തളം കെട്ടി നിൽക്കുന്നത് സമാധാനമാണ്, ദുഃഖമാണ്, ടെൻഷനാണ്, പ്രയാസമാണ്. എന്നാൽ ടെൻഷനില്ലാത്ത വീട് വേണോ, ദുഃഖമില്ലാത്ത കുടുംബം വേണോ, പ്രാരാബ്ദങ്ങളോ ടെൻഷനോ പ്രയാസങ്ങളോ ഒരു വേദന പോലുമില്ലാത്ത വീട് വേണോ? ഖൽബുൻ ഷാകിർ, എന്ത് കിട്ടിയാലും ശുക്ർ ചെയ്യുന്ന ഹൃദയമുണ്ടായാൽ, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഹൃദയമുണ്ടായാൽ ആ കുടുംബത്തിന് ദുഃഖമുണ്ടാവൂല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നടന്ന ഒരു സംഭവം അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കഷണ്ടിയായ ഒരു ചെറുപ്പക്കാരൻ അഖ്റാഉ, അദ്ദേഹം കഷണ്ടിയാണ്, തലയിൽ മുടിയില്ലാത്തൊരു ചെറുപ്പക്കാരൻ. അതുപോലെ അബ്റസുൽ ബദൻ, ശരീരമാസകലം വെള്ളപ്പാണ്ട് പിടിച്ചൊരു ചെറുപ്പക്കാരൻ. അഅമൽ ഐനൈൻ, കണ്ണ് കാണാത്ത അന്ധനായ ചെറുപ്പക്കാരൻ. മശ്ലൂലുൽ ഖദമൈനി വൽ യദൈൻ, കൈകാലുകൾ അനക്കാൻ പറ്റാതെ വാദം പിടിച്ചു തളർന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. വ്യത്യസ്തമായ ചെറുപ്പക്കാരല്ല, ഒരാൾക്ക് അള്ളാഹു കൊടുത്ത, ഒരാൾക്ക് തന്നെ അള്ളാഹു കൊടുത്ത പ്രയാസങ്ങളാണിത്. അയാളുടെ തലയിൽ കഷണ്ടിയാണ്, മുടിയില്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയ വിഷമം തലയുടെ മുടി കൊഴിഞ്ഞു പോകുമ്പോഴാണ്. മുടി, തലയിൽ മുടിയില്ലെങ്കിൽ എന്ത് പ്രയാസമായിരിക്കും. പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, പെണ്ണുങ്ങൾക്ക് നീളമില്ല മുടിയില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് പ്രയാസമാണ്. തലയിൽ കഷണ്ടിയാൻ തുടങ്ങിയ പിന്നെ ഒരു ടെൻഷനാണ്. ആ ടെൻഷൻ കൊണ്ട് ചിന്തിച്ചുള്ള മുടിയും കൂടി പോയി കാണും. അങ്ങനല്ലേ അല്ലേ? കഷണ്ടിയൊക്കെ വെച്ച് നടന്നൂടെ? കഷണ്ടിയുള്ള ആളുകളൊക്കെ തൊപ്പിച്ച് നടക്കും, ക്യാപ്പൊക്കെ വെച്ച് നടക്കും. കഷണ്ടിനെ കാണിച്ചോട്ടെ, ഇപ്പൊ എന്താ അതിൽ കുഴപ്പമുള്ളത്? അതിൽ സൗന്ദര്യക്കുറവൊന്നുമില്ലല്ലോ, അല്ലേ?
കഷണ്ടിയായ ഒരു ചെറുപ്പക്കാരൻ, എന്നാൽ കഷണ്ടിയിൽ ഒതുങ്ങിയോ ഇല്ല. അബ്റസൽ ബദൻ, ശരീരമാസകലം വെള്ളപ്പാണ്ട് ബാധിച്ചിരിക്കുകയാണ്. അമൽ ഐനൈൻ, വെള്ളപ്പാണ്ട് മാത്രമാണോ, കണ്ണ് കാണാനേ ഇല്ല, രണ്ട് കണ്ണും പൊട്ടിപ്പോയിരിക്കുകയാണ്, കണ്ണിന് കാഴ്ചയില്ല. മശ്ലൂലൽ ഖദമൈനി വൽ യദൈൻ, കൈകാലുകൾ പാരലൈസ്ഡായി തളർന്നു പോയ ഒരു ചെറുപ്പക്കാരൻ. ഇതൊക്കെയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാ ബിഹി കസീറൻ മിമ്മൻ ഖലഖ വഫല്ലലനി തഫ്ളീലാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവ്വസ്തുതിയും നിനക്കാണല്ലോ. അല്ലദീ ആഫാനി, എനിക്ക് ആരോഗ്യം തന്ന റബ്ബേ നിനക്കാണ് സർവ്വസ്തുതിയും. മിമ്മബ്തലാ ബിഹി കസീറൻ മിമ്മൻ മറ്റുള്ള ആളുകൾക്ക് നൽകാത്ത ആരോഗ്യവും മറ്റുള്ള ആളുകളെക്കാൾ ശ്രേഷ്ഠതയും അവരെക്കാൾ മഹത്വവും എനിക്ക് നൽകിയ റബ്ബേ നിനക്കാണ് സർവ്വസ്തുതിയുമെന്ന ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോഴാണ് വേറൊരു ചെറുപ്പക്കാരൻ ആ വഴിയിലൂടെ നടന്നു പോകുന്നത്. അല്ല, നീ പറഞ്ഞല്ലോ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി, എനിക്ക് ആരോഗ്യം തന്ന റബ്ബേ നിനക്കാണ് സർവ്വസ്തുതിയുമെന്ന് പറഞ്ഞല്ലോ.